റെയിൽവേ സ്റ്റേഷനിലൊക്കെ മറ്റേ ചായ കച്ചവടക്കാരുണ്ടല്ലോ, ചായ അതന്നെ കാരം വയ്ക്കുമ്പോഴും ഉണ്ടാകുക. ശരിക്കണ്ട പണ്ടത്തെ LBC കാണാ മറ്റേ പറഞ്ഞിട്ട് പണ്ടൊരു ആള് കെട്ടിയച്ചവടക്കാരനെ ഇനിയായിരുന്നു. കാശിനൊരു കെട്ട്, കെട്ടിനൊരു കാശ്, കാശിനൊരു കെട്ട്, കെട്ടിനൊരു കാശ്. മൂപ്പര് പണിയതായി സൂക്കില് ഇങ്ങനെ വെറ്റിനാൻ വെക്കണേ. അപ്പൊ ഇയാള് മരിക്കാൻ കിടക്കുമ്പോൾ കൂടെ നിന്നുള്ള ആളുകൾ കൂട്ടത്തിൽ ചെല്ലുമ്പം മൂപ്പര് മുറക്ക് പറയുന്നതാണ് കെട്ടിനൊരു കാശ്, കാശിനൊരു കെട്ട്, കെട്ടിനൊരു കാശ്, കാശിനൊരു കെട്ട്, കെട്ടിനൊരു കാശ്, കാശിനൊരു കെട്ട്. അതേ പറയാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഉപയോഗിച്ച വാക്കെന്താണോ അതായിരിക്കും മരണസമയത്ത് നമ്മുടെ നാവിന് വഴങ്ങുക. വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കഴിയുന്നതും നമ്മൾ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കുന്നത് നമ്മെ അവസാനവും ജീവിതത്തിൽ നാളെ പരലോകത്തിലും ഏറെ സഹായിക്കുന്ന കാര്യമാണ്. ഇനി ഒരാൾ കെലിമ ചെല്ലിയില്ലാന്ന് എഴുതിയിട്ട് അയാൾ കാഫറായി മരിച്ചെന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഒരാൾ കെലിമ ചെല്ലാതെയാണ് മരിച്ചു, മുഅ്മിനായിരുന്നു, എന്നാ അയാൾ കാഫറായി ഈമാൻ കിട്ടിയിട്ടില്ല എന്നൊന്നും ആരും പറയണ്ട. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യന് അവസാന സമയത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കിട്ടിയാൽ ദഖലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ നജാത്തിന്റെ അഹിതകാരാണ്, അവൻ നേരെ സ്വർഗത്ത് കടക്കും. അതിന് മുമ്പുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടുകൊണ്ട് സൗഭാഗ്യവാനായി അവന് സ്വർഗത്ത് കടക്കാനുള്ള മഹത്തായ നേട്ടം ലഭിക്കും. അതൊരു വലിയ നേട്ടമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെല്ലുന്നത്. അപ്പൊ അതിന് ആളുകൾ ചെയ്യേണ്ടത് കൂട്ടത്തിൽ ചെല്ലുക, പ്രചോദനം നൽകുക, അല്ലാതെ ചെല്ലാൻ വേണ്ടി കൽപ്പിക്കരുത്. അതിന്റെ പുറമെ ഈ ചെല്ലുന്ന ആള് കഴിയുന്നതും മറ്റാളുകൾ ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള ആളുകളല്ലാതിരിക്കുക. മറ്റാളുകൾ ഉണ്ടെങ്കിൽ നേരെ വരെന്നുള്ളെങ്കിൽ പിന്നെ ഇനി മറ്റൊരു വരട്ടെ നേരി കാത്തിക്കേണ്ടെന്ന ആവശ്യമില്ല. തന്നെ കാത്തിക്കാൻ പറ്റൂല. ഉദാഹരണം ശത്രു, ഇവര് തമ്മിൽ ജീവിതകാലത്ത് ഭയങ്കര വിരോധികളാ. അവൻ സുഖമില്ലാതെ കിടക്കുമ്പോഴത്ത് കാണാൻ പോയി, എത്ര ആയാലും ഓനെ ഒടുക്കത്തെ കാഴ്ചയല്ലേ എന്നുള്ളതൊന്ന് പോയതാ. അപ്പൊ പിന്നെ ലാസ്റ്റ് അങ്ങെത്തി കണ്ടെന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പുറത്ത് നമുക്ക് കണ്ടോ ജീവിക്കാൻ സമയത്ത് തന്നെ മറ്റവന്റെ കാല് വെട്ടി തള്ളിയിടാന്ന് കരുതി ഇന്നാണ് ഇപ്പൊ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുക, എങ്ങനെയെങ്കിലും ഇയാളെ കണ്ണടഞ്ഞു കിട്ടട്ടെ എന്നുള്ള. അപ്പൊ ഒരു തെറ്റിദ്ധാരണക്ക് വഴിയാണ്. അപ്പൊ ശത്രുത എന്ന് പറയുന്നത് തുഹമത്തിന് വഴിയാണ്. അത്തരക്കാരല്ലാതിരിക്കുക. മറ്റൊന്ന് അനന്തരം കിട്ടാൻ അവകാശമുള്ള ബന്ധുക്കള്. അനന്തരാവകാശ സ്വത്തിട്ട് അയാൾ മരിച്ചാൽ മക്കളാണ്, ഇയാളുടെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഭാര്യ മരിക്കാൻ പോകുമ്പോൾ ഭർത്താവാണ്. ഇങ്ങനെ അടുത്ത ബന്ധത്തിൽപ്പെട്ട സ്വത്ത് അനന്തരം കിട്ടാന്നൊക്കെ ആളാണെങ്കിൽ അവരല്ലാതിരിക്കുകയാണ് നല്ലത്. കാരണം എന്താ, ഇത് തന്തന്റെ മുഖത്ത് കൊണ്ടിട്ടിട്ട് വേണം മറ്റേ കൊത്തിയോരക്കാനും നേരി നടക്കുകയാണ് ചെക്കൻ, എന്തുകൊണ്ട് ചെല്ലിച്ച് മരിപ്പിച്ചാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നണ്ട. ചിലപ്പോ ഇച്ചെങ്കും തോന്നും. ആർക്ക്? രോഗമായി കിടക്കുന്നവർക്കേ, ഞാൻ കഴിഞ്ഞിട്ട് എനിക്കിപ്പോ മറ്റേ ഒരുക്കെ എന്നുള്ള ആൾക്കല്ലേ എന്ന് ഓർക്കും തോന്നും. ഇനി അവർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ പോലും കണ്ടെക്കുന്ന പുറമേക്കാർക്ക് തോന്നും. ഇങ്ങനെ ശത്രുത കൊണ്ടോ അനന്തരാവകാശം കൊണ്ടോ തെറ്റിദ്ധാരണക്ക് സാധ്യതയുള്ള ആളുകൾ അല്ലാതിരിക്കുകയാണ് നല്ലത്. മറ്റുള്ളവരുണ്ടെങ്കിൽ, മറ്റുള്ളവരില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഒരു രോഗിയെ ആസന്ന മരണനായി കണ്ടത് എങ്കിൽ ഇക്കാരണം പറഞ്ഞ് കെലിമ ചൊല്ലി കൊടുക്കാതിരിക്കേണ്ടതില്ല. മറ്റുള്ളവരുണ്ടെങ്കിൽ അതാ നല്ലതെന്ന് മാത്രം. അങ്ങനെ ഒറ്റ പ്രാവശ്യം ഇയാൾ ചെല്ലിയാൽ രണ്ടാമത് പിന്നെ ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കേണ്ടതില്ല. പിന്നെ ദുനിയാവിയായിരിക്കുന്ന വല്ല കാര്യങ്ങളിലും സംസാരിച്ചു എന്നാ വീണ്ടും ചെല്ലുക. ഇല്ലെങ്കിൽ ഖലാസ്. എന്തിനാണ് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവട്ടെ എന്ന നിരക്കാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ അതിന്റെ പുറമെ ഈ കിടക്കുന്ന റൂം മരിക്കുന്നതിന് മുമ്പ് തന്നെ, ആ ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയും, മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ടാവും. അതോടുകൂടി തന്നെ ശൈത്താന്മാരുടെ സാന്നിധ്യം അതും ഉണ്ടാവും. ഇവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ സാമീപ്യം കിട്ടിയെങ്കിലേ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്നിട്ട് ആ സമയത്ത് രക്ഷപ്പെടും. ഏറ്റവും കടുത്ത പരീക്ഷണ സന്ദർഭമാണത്, അങ്ങേയറ്റത്തെ പരീക്ഷണ സന്ദർഭമാണ്. കാരണം പരലോകവും ദുനിയാവുമായിട്ട് വൽത്തഫത്തി സാഖ് ബിസ്സാഖ് എന്ന് പറയുന്ന രണ്ടുകൂടി കൂട്ടിമുട്ടുന്ന ഒരു പ്രത്യേക ഘട്ടമാണ്.
മനുഷ്യനാകെ വെപ്രാളപ്പെട്ട് വേജാറായി എന്താ സംഭവിക്കാൻ പോകുന്നു എന്ന് നിർണയിക്കാൻ പറ്റാത്ത ഒരു സന്നിഗ്ധ ഘട്ടം. ഇവിടെ പരമാവധി നമ്മുടെ ഈമാനടക്കി കാഫറാക്കാൻ വേണ്ടിയിട്ട് ഇബ്ലീസും അവന്റെ അനുയായികളും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആ ശ്രമത്തിൽ നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ വലയം കൊണ്ട് സുരക്ഷിതത്വം സൃഷ്ടിക്കപ്പെട്ട ആളുകൾക്കല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന് കിട്ടണമെങ്കിൽ അവിടെ മലക്കിന്റെ സാന്നിധ്യത്തിന് പറ്റണ്ടേ? ജീവികളുടെ സൂറത്തുള്ള നായയുള്ള ഈ രണ്ട് സ്ഥലത്തും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് പ്രവേശിക്കുകയില്ല. റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ ഏതായാലും വരും, അത് നായുണ്ട് നേരിട്ട് വരാതെക്കൂല. റഹ്മത്തിന്റെ മലായിക്കത്ത് വരണത് പ്രത്യേകമാണ്. ആ റഹ്മത്തിന്റെ മലായിക്കത്ത് വരണമെങ്കിൽ അവിടെ മലായിക്കത്തിന് ഇഷ്ടപ്പെടാത്തതൊക്കെ നീക്കുകയും മലായിക്കത്തിന് ഇഷ്ടപ്പെട്ടത് ഒരുക്കുകയും വേണം. അതിൽപ്പെട്ടതാണ് റൂം നന്നായി അടിച്ച് വൃത്തിയാക്കുക, സുഗന്ധം പുകയിക്കുക പോലെയുള്ള ഖുർആൻ ഓതുക പോലെയുള്ള കാര്യങ്ങൾ മലായിക്കത്തിന്റെ സാന്നിധ്യത്തിന് കാരണമാകും. ചുമരിലും മറ്റും തറച്ചിരിക്കുന്ന ധാരാളം ചിത്രങ്ങളും ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ധാരാളം സൂറത്തുകളും അതൊക്കെ മലായിക്കത്തിന്റെ പ്രവേശനത്തിന് കഠിന വിരുദ്ധമാണ്. ഇന്ന് ഷോക്കേസ് എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു കേസുണ്ട് നമ്മളവിടെ. ഇല്ല ഞാൻ ഇപ്പൊ വീടാവൂല എന്നുള്ള അഭിപ്രായം. എത്ര ചെറിയ വീട് എടുക്കുകയാണെങ്കിലും അതില്ല ഞാൻ പറ്റില്ല, അതൊരു വല്ലാത്ത കേസാ. എന്നിട്ട് അതിൽ കൊണ്ടുവെക്കുന്ന എന്തൊക്കെയാണ് ഒന്നും പറയണ്ട. ആ ഷോക്കേസിലില്ലാത്ത ഒരു വസ്തു ഉണ്ടാവില്ല. ഒരു മുതല അങ്ങനെ തൊള്ളാട്ടിയ, ആ മുതലിന്റെ തൊള്ളേന്ന് ഒരു കൊക്ക് എന്തോ കൊത്തിയെടുക്കുക. നമ്മളെ ഷോക്കേസിലേ കൊമ്പാണ്, എന്തോ ആയിക്കോട്ടെ, കൊമ്പോ കുമ്പോ എന്തോ ആയിക്കോട്ടെ, ശരിക്ക് അക്ഷരാർത്ഥത്തിൽ സൂറത്ത്. പിന്നെ പല സൈക്കിൾ കിട്ടുന്ന കുട്ടി മറ്റേ പലതായിട്ടും വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളുടെ സൂറത്ത് കൊണ്ട് നമ്മുടെ ഷോക്കേസ് നിറച്ചു വെച്ചിരിക്കുന്നു. അവിടത്തേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് ഒരു ഘട്ടത്തിലും പ്രവേശിക്കുകയില്ല. അവിടെ നല്ല സുഖ മറ്റവർക്ക് ഇബ്ലീസിനും കൂട്ടിരിക്കുവേ. മരിക്കാൻ കിടക്കുമ്പോ എങ്ങനെയെങ്കിലും ഇതുവരെ ഇവനെ പേപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേ, ഇപ്പോഴെങ്കിലും ഇവനെ പേപ്പിച്ചു പോകണം എന്നുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇബ്ലീസും അനുയായികളും. ഇപ്പോഴെങ്കിലും അവനെ പേപ്പിക്കണം, കാരണം ഇവിടുന്ന് പിടുത്തം പിടിയാണ്. വിടുന്നതിന് മുമ്പ് അവനെ പേപ്പിച്ചേ വിടൂ എന്നുള്ള വാശി എടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് വലയം സൃഷ്ടിച്ച് സംരക്ഷിക്കണം. അതിന് ഒരു നിലക്കും മലക്കൊക്കെ കടക്കാൻ പറ്റാത്ത നിലക്ക് നമ്മള് നിറച്ചിട്ടുണ്ട്. ആ ജാതിയൊക്കെ എടുത്തുകൊണ്ട് തീയിലിടണം. ഷോക്കേസിൽ വെക്കാൻ വേറെ എന്തൊക്കെയുണ്ട് ഹബീബന്മാര്, ജീവജാലങ്ങളുടേത് അല്ലാതെ തന്നെ എന്തൊക്കെ കൗതുക വസ്തുക്കളുണ്ട്. അതേതെങ്കിലും വെച്ചൂടെ? അതിന് കേടില്ലല്ലോ. കാണാൻ നല്ല ഭംഗിയുള്ളതും ആകർഷകവുമായതായ എന്തൊക്കെയുണ്ട് വസ്തുക്കള്, അതേതെങ്കിലും വെച്ചോളൂ. അങ്ങനെ ഒരു ഫാഷനോ അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വേണമെങ്കിൽ അതൊരു തെറ്റൊന്നുമല്ല. അതേസമയത്ത് ഇങ്ങനത്തത് മാറ്റിവെക്കുക തന്നെ വേണം. റൂം വൃത്തിയാക്കി സുഗന്ധം പുകയിച്ച് ഇപ്പോൾ തന്നെ ഈ രോഗിയെ ഖിബിലക്ക് അഭിമുഖമായി കിടത്തണം. മരിച്ചിട്ടല്ല, മരിക്കണ ഭാഗമൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാണ്. ഖിബിലക്ക് അഭിമുഖമായി കിടത്തുക എന്ന് പറഞ്ഞാല് എങ്ങനെ കിടത്തുക? വഴി 3 പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നേ പ്രായോഗികമായുള്ളൂ. ഉള്ളം കാലും മുഖവും ഖിബിലക്ക് തിരിച്ചു കിടത്തുക, അതേ പ്രായോഗികമായിട്ടുള്ളൂ. സാധാരണ ഖബറിൽ മയ്യത്തിനെ കിടത്തുന്നത് പോലെ വലത് ഭാഗം ചരിച്ച് ഖിബിലക്ക് അഭിമുഖമായിട്ട് കിടത്തുക, അതിന് പ്രയാസമുണ്ടെങ്കിൽ ഇടത് ഭാഗം ചരിച്ചിട്ട് കിടത്തുക. ശരീരത്തിന്റെ മുമ്പാകവും മുഖവും മുഴുവനായി ഖിബിലക്ക് കിട്ടുന്ന നിരക്ക്. പക്ഷെ അതൊക്കെ പറയാനേ പറ്റുള്ളൂ. മരിക്കാൻ കിടക്കുന്ന ആസന്ന മരണനായ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗിനെ എങ്ങനെ ചരിച്ചെടുത്താൻ കഴിയോ? പ്രായോഗികമായത് വിഷമുണ്ട്. അങ്ങനെ വരുമ്പോ 3ാമത്തെ രീതി, അങ്ങനെ പറ്റുന്നവരെങ്ങനെ കിടത്തണം, അതന്നെ സുന്നത്ത്. അങ്ങനെ പറ്റാത്ത സാധാരണഗതിയിലുള്ള രോഗം മറ്റുമൊക്കെയാണ് അങ്ങനെ ചരിച്ച് കിടത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വേണ്ടത് ഉള്ളംകാലും മുഖവും ഖിബിലക്ക് കിട്ടണമെങ്കിൽ അതിന് തലയണി വെക്കണം എന്നർത്ഥം. ഖിബിലക്ക് നേരെ എതിരില്, ഖിബിലന്റെ എതിർഭാഗത്തേക്ക് തലയും ഖിബിലന്റെ നേർക്ക് കാലും ആക്കുക. അപ്പൊ ഉള്ളം കാലം ഖിബിലന്റെ നേരെ കിട്ടും. മുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തലയണിയും വെച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ നല്ല സുഗന്ധമുള്ള വസ്തുക്കള്
ഉപയോഗിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിൽ സുഗന്ധമുള്ളിടത്ത് ഹാജരാകുന്നവർ വലിയൊരു ഭാഗമുണ്ട്. അതിന്റെ പുറമെ എല്ലാ മലായിക്കത്തിനും സുഗന്ധം ഇഷ്ടമാണ്, ദുർഗന്ധം എല്ലാ മലായിക്കത്തിനും അരിഷ്ടവും ആണ്. അപ്പൊ അങ്ങനെ അവിടെ കിടക്കട്ടെ, അല്പം അവിടെ കിടക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് മലായിക്കത്ത് വരുന്നോടം മുതൽക്ക് അടുത്ത ക്ലാസ്സിൽ മരണവും അതിന്റെ തുടക്കമായി വരാവുന്ന ദിവസവും ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം ദിവസവും ഓരോ മനുഷ്യന്റെയും കണക്ക് 5 പ്രാവശ്യമെങ്കിലും റിക്കാർഡിൽ പരിശോധിക്കുമെന്നും ഓരോരുത്തരുടെയും വീടുകൾ സന്ദർശിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ദിവസവും എന്നും. അതിന്റെ പുറമെ ദിവസം ഓരോ മനുഷ്യനും പരിശോധിക്കാൻ 40 പ്രാവശ്യം വീതം പരിശോധിക്കാൻ അസ്രായീൽ അലൈഹി ഇസ്ലാമിന്റെ കീഴിൽ ഡ്യൂട്ടി ചെയ്യുന്ന മലായിക്കത്തുണ്ട്. സെക്കൻഡ് തെറ്റാതെ ഓർഡർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയൊരു വ്യൂഹം നമ്മോടൊപ്പമുണ്ട്. അതൊരു ലോകമാണ്. ആ ലോകത്തെ പറ്റി തുടങ്ങി മരണം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച. ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നന്നാക്കി തരുമാറാകട്ടെ. തൗബ ചെയ്ത് ഹക്കടപാടുകൾ വീട്ടി വസിയ്യത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പുണ്യകരിമ ചൊല്ലി മരിക്കാൻ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഉമ്മവാപ്പമാർക്കും മറ്റ് സ്നേഹിതന്മാർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, നാം ഏവർക്കും അനിവാര്യമായ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം പറഞ്ഞു വരുന്നത്. ആസന്ന മരണനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് നാം ചെയ്യേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ചില കാര്യങ്ങൾ ഉണർത്തി. ഖിബ്ലക്ക് തിരിച്ചു കടത്തുന്നോടം വരെയുള്ള കാര്യങ്ങളൊക്കെ നാം പറഞ്ഞ് അവിടെ നിർത്തിവച്ചിരിക്കുക. നമ്മെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതും ഏതായാലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുമായ ഏറ്റവും വലിയ ഒരു ഘട്ടമാണ് മരണം. ഭയപ്പെടാതെ നിവൃത്തിയില്ല. ഭയപ്പെട്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനും പോകുന്നില്ല. പക്ഷേ ഭയപ്പാടുകൊണ്ട് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി സജ്ജമായിരിക്കാൻ കഴിയും എന്നതാണ്. സജ്ജമായിരിക്കുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മരണം എന്നാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിൻ എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. മരണം എന്നത് ഒരു മനുഷ്യന് സത്യവിശ്വാസിയായ മരണത്തിന് സജ്ജനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്ത് ലഭിക്കുന്ന ഏറ്റവും കൗതുകകരമായ സമ്മാനങ്ങളിൽപ്പെട്ട സമ്മാനമാണ് മരണം. തുഹ്ഫ. വിദേശത്ത് നിന്നൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി ഏറ്റവും താല്പര്യമുള്ള നല്ലതെന്ന് തോന്നുന്ന വസ്തുക്കൾ നാം സമ്മാനമായി കൊണ്ടുപോകുന്ന ഇതിനാണ് തുഹ്ഫ എന്ന് പറയുന്നത്. എന്നതുപോലെയുള്ള തുഹ്ഫത്താണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് മരണം.